എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. MLWCയുടെ ഈ ചാനലിലൂടെ നമുക്ക് ഒരുമിച്ച് കാണുവാനും ദൈവവചനം പങ്കുവെക്കുവാനും കർത്താവ് തന്ന നല്ല സാവകാശത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്യാമെങ്കിൽ തുടർന്ന ദിവസങ്ങളുള്ള ഞങ്ങളുടെ മെസ്സേജുകൾ നിങ്ങൾക്ക് ശ്രമിക്കുവാൻ കഴിയും. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അനുദിന ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ചിലത് ചെറുതായിരിക്കാം, ചിലത് വലുതായിരിക്കാം. എന്തായാലും പ്രശ്ന കലുഷിതമായ ഒരു ജീവിതമാണ് നമുക്ക് ഈ ലോകത്തുള്ളത്. കർത്താവ് തന്നെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മൾ അനുഗമിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ പ്രത്യാശിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ മഹത്വപ്പെടുത്തുന്ന ഈ നല്ല കർത്താവ് നമ്മുടെ ഏത് പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ മതിയായവനാണ്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പല പ്രശ്നങ്ങളെയും ജയിക്കാനുള്ള ദൈവകൃപ ദൈവം നമുക്ക് തരും. മാത്രമല്ല, അങ്ങനെ കടന്നു വരുന്ന പ്രശ്നങ്ങളെ നമ്മുടെ നന്മയ്ക്ക് കൂടി ആക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. പല പ്രശ്നങ്ങളും കാണുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ പ്രശ്നങ്ങൾ നേരിട്ടത്? എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ വരുന്നത്? ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഞാൻ സത്യസന്ധമായി ജീവിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്ന വ്യക്തിയല്ല. പക്ഷെ എന്താണ് കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത്? അങ്ങനെ ചിന്തിക്കാത്ത വ്യക്തികൾ തുലോം കുറവാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു ആലോചനയുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ദൈവസ്നേഹത്തിൽ, ദൈവകൃപയിൽ, പ്രാർത്ഥനയിൽ മുന്നേറുവാൻ കഴിയുന്നത്. വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ അടങ്ങുന്ന ഒരു പുസ്തകമുണ്ട്. ആദ്യത്തെ പുതിയ നിയമത്തിൽ ആദ്യ ഭാഗത്ത് നമുക്ക് സുവിശേഷങ്ങളെ കാണാൻ പറ്റും. മത്തായി എഴുതിയ സുവിശേഷം, മാർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. ഇങ്ങനെ 4 സുവിശേഷങ്ങൾക്ക് ശേഷം ആ അപ്പോസ്തലന്മാർ, യേശുവിൻ്റെ കൃപ ലഭിച്ച, ശക്തി ലഭിച്ച, പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട അപ്പോസ്തലന്മാർ യേശുവിൻ്റെ കൽപ്പനയായ ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിക്കുന്ന ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് അവർ യാത്ര തിരിച്ചു. അങ്ങനെ യാത്ര മധ്യേ ഒരു മനുഷ്യൻ സുവിശേഷത്തിനെതിരെ ശക്തമായി നിന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് പൗലോസ്. അന്നുണ്ടായിരുന്ന യഹൂദ മതത്തിൻ്റെ പിൻബലത്തിൽ താൻ യേശുവിൽ വിശ്വസിച്ചിരുന്ന ദൈവഭക്തരായ മനുഷ്യരെ ഉപദ്രവിക്കുവാനും നശിപ്പിക്കുവാനും കൊല്ലുവാനൊക്കെ ശ്രമിച്ചു. എന്നാൽ സുവിശേഷം ഭൂമിയിലേക്ക് അയച്ചത് ദൈവമായതുകൊണ്ട് ദൈവം ആ സുവിശേഷത്താൽ തന്നെ പൗലോസിനെ പിടിച്ചു. പൗലോസ് ആ സുവിശേഷത്താൽ പിടിക്കപ്പെട്ടപ്പോൾ അവൻ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന, അവൻ ഏറ്റവും കൂടുതൽ തള്ളിപ്പറഞ്ഞിരുന്ന, അവൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ആ യേശു അവൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നു. ആ യേശു അവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ എന്ന് പറഞ്ഞ് അവന് പ്രത്യക്ഷനായി. അത് അവൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരത്തിന് മുഖാന്തരമായി. യേശുവിൽ നാം വിശ്വസിക്കുന്നത്, യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത് എപ്പോഴും ഒരു ദൈവിക ദർശനത്തിലാണ്. ദൈവവചനത്തിൻ്റെ വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടോ, അതല്ലെങ്കിൽ നാം കടന്നുപോയ സാഹചര്യങ്ങളിൽ
ദൈവത്തിൻ്റെ കൃപ നമ്മളെ തേടി വന്നിട്ടോ, അതുമല്ലെങ്കിൽ രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഒരു സൗഖ്യദായകനായി യേശു വന്നതുകൊണ്ടോ, അതുമല്ലെങ്കിൽ കടഭാരത്താൽ വലഞ്ഞിരുന്ന നമ്മുടെ അടുക്കിലേക്ക് വഴികാട്ടിയായി കടന്നു വന്ന് നമ്മളെ കടഭാരങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന നല്ല കർത്താവിനെയോ, ഇങ്ങനെ പല മുഖാന്തരങ്ങളിൽ കൂടി ആയിരിക്കാം നാം ഓരോരുത്തരും യേശുവിനെ കണ്ടുമുട്ടിയത്, ഈ അനുഭവത്തിലായി തീർന്നത്. അതുപോലെയാണ് ശൗലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഏറ്റവും കൂടുതൽ സുവിശേഷത്തിനെതിരെ നിന്നിരുന്ന ശൗൽ, സുവിശേഷത്തിന് എതിരെ പ്രവർത്തിച്ച ശൗൽ, വിശ്വസിക്കുന്നവർക്ക് എതിരെ പ്രവർത്തിച്ച ശൗൽ യേശു കർത്താവിനാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ കർത്താവിൻ്റെ ശക്തനായ സാക്ഷിയായി മാറി. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, യേശു നമ്മളെ വിളിക്കുന്നുണ്ട്. വിവിധ സാഹചര്യങ്ങളിൽ കൂടെ ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. ചിലപ്പോൾ നമുക്കത് മനസ്സിലാകും, ചിലപ്പോൾ നമുക്കത് മനസ്സിലാകത്തില്ല. നമുക്കറിയാം, യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു പത്രോസ്, അപ്പോസ്തലന്മാരിൽ പ്രധാനി. കർത്താവ് അവനെ വിളിച്ച് തൻ്റെ മകനാക്കി, ശിഷ്യനാക്കി, തൻ്റെ അനുയായിയാക്കി കർത്താവ് അവനെ മാറ്റി. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ, കോഴി കൂവുന്ന ശബ്ദം അവനൊരു സിഗ്നലായിരുന്നു. അവൻ ആ സിഗ്നൽ തിരിച്ചറിഞ്ഞു. കാരണം കർത്താവ് അവനോട് പറഞ്ഞായിരുന്നു, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ്, പുലർക്കാലത്തിൽ കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. ഞാൻ യേശുവിനെ അറിയുന്നില്ല, യേശുവായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, എനിക്കവനെ മനസ്സിലാകുന്നില്ല എന്നെല്ലാം ആണയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഈ പത്രോസ്, കോഴി കൂവിയപ്പോൾ അവന് മനസ്സിലായി. എന്തു മനസ്സിലായി? എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിരുന്നതിൻ്റെ അടയാളമായിരുന്നല്ലോ ഇതെന്ന്. പീലാത്തോസിൻ്റെ അരമനയിൽ ആയിരുന്ന കർത്താവിന്, എന്നാൽ ഇവൻ ആ കർത്താവ് കേൾക്കാതെ തന്നെ മാനസാന്തരത്തോടെ പൊട്ടിക്കരയുന്നു. തെറ്റ് ഓർത്ത് പൊട്ടിക്കരയുന്നു. ഞാൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞല്ലോ, ഉപേക്ഷിച്ചല്ലോ എന്നുള്ള വലിയ വേദന അവൻ്റെ ഹൃദയത്തെ ഭരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലതും നമ്മുടെ ജീവിതത്തിൽ ചില അടയാളങ്ങളാണ്. ഞാനാണ് ജീവനുള്ള ദൈവം, ഞാനാണ് സത്യ ദൈവം, ഞാനാണ് യഥാർത്ഥ ദൈവം എന്ന് യേശു കർത്താവ് നമുക്ക് പ്രകടമാക്കി തരുന്ന, മനസ്സിലാക്കി തരുന്ന സന്ദർഭങ്ങളാണ്. അതെന്ന് തിരിച്ചറിഞ്ഞ് നാം കർത്താവിൻ്റെ കൃപയിൽ മുന്നേറേണ്ടത് വളരെ അത്യാവശ്യമാണ്. പൗലോസ് രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവൻ യേശുവിൻ്റെ സുവിശേഷവുമായി പല സ്ഥലങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. ഒരു മിഷണറിയായി മാറി, ഒരു സുവിശേഷകനായി മാറി. സുവിശേഷം നമ്മളെ സാക്ഷികളാക്കും. ഈ പൗലോസ്, അവൻ്റെ ആദ്യത്തെ പേര് ശൗലെന്നായിരുന്നു, യേശുവിൻ്റെ ഒരു സാക്ഷിയായി മാറി പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തു. പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് അങ്ങനെ വന്ന് ഫിലിപ്പിയ എന്ന സ്ഥലത്ത് കർത്താവ് എത്തിച്ചേർന്നു. ഈ ഫിലിപ്പിയയിൽ കർത്താവിൻ്റെ വചനം സംസാരിച്ചപ്പോൾ അവിടെ ചില മാറ്റങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിച്ചു. വഴിയരികിൽ തന്നെ വളരെ മുഷിപ്പിച്ചുകൊണ്ട് ആലോചന പറഞ്ഞു വന്ന ഒരു പെൺകുട്ടിയിൽ ഒരു പൈശാചിക ആത്മാവ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ പല നാൾ കഴിഞ്ഞപ്പോൾ അതിനെ ശാസിച്ചു. അത് അവളെ വിട്ടങ്ങ് പോയി. അവളെ ഈ വാദയ്ക്ക് അടിമയാക്കി അതിൽ കൂടി വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വലിയൊരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അവർ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പൗലോസ് അപ്പോസ്തലനെയും പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്ന സീലാസിനെയും പിടിച്ച് തടവിലാക്കി. അവർ രണ്ടിനെയും തടവിലിട്ടു. മാനുഷികമായി നോക്കിയാൽ, ദൈവമേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരം സംഭവിച്ചതിൻ്റെ ഫലമായിട്ടാണല്ലോ എനിക്കിത് നേരിട്ടത്. ഞാൻ ആരെയും മോഷ്ടിച്ചിട്ടില്ല, ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല,
ഞാൻ ആർക്കും ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ആർക്കും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഈ പ്രശ്നം എന്താണ്? നാം പലപ്പോഴും അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. നാം പ്രതീക്ഷിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം തളർന്നു പോകാറുണ്ട്, നാം ക്ഷീണിച്ചു പോകാറുണ്ട്, ദൈവത്തോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ ഈ ദൈവത്തിൻ്റെ ദാസൻ യേശു ആരാണെന്ന് ദർശനത്തിലൂടെ മനസ്സിലാക്കി അനുഭവത്തിലൂടെ പഠിച്ച, ദൈവിക ദർശനത്തിലും വെളിപ്പാടിനാലും കൃപയാൽ നിറയപ്പെട്ട ഈ അപ്പോസ്തലൻ മറ്റൊന്നും ചിന്തിച്ചില്ല. അദ്ദേഹം ആ ജയിലറയ്ക്കുള്ളിൽ കാലുകൾ ആമത്തിലിട്ട് അടിയേറ്റ് മുറിവേറ്റ ശരീരവുമായി, രക്തമൊലിക്കുന്ന ശരീരവുമായി ആ ജയിലറയ്ക്കുള്ളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവനറിയാം, എന്നെ ഈ ജയിലറയിൽ കൊണ്ടുവന്ന ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് പദ്ധതിയില്ലാതെ അല്ല ഞാൻ ഈ ജയിലറയിൽ വന്നിരിക്കുന്നത്. ഞാൻ ഈ ജയിലറയിൽ വന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറണം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഉണ്ടെങ്കിൽ, ഉള്ളത് വെളിപ്പെട്ടാൽ, അത് നാം ജയിലറയിലാണെങ്കിലും, അത് നാം ഒരു ഏകാന്ത സ്ഥലത്തായിരുന്നെങ്കിലും, അത് നാം ഒരു തൊഴിലിടത്തായാലും, എവിടെ ആയിക്കൊള്ളട്ടെ, ആ ദൈവപ്രവൃത്തി നമ്മളോട് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് തക്കവണ്ണം നമ്മളെ സമർപ്പിക്കണം. ഈ പൗലോസും സീലാസും രക്തമൊലിക്കുന്ന ശരീരവും കീറിപ്പറിഞ്ഞ വസ്ത്രവും ആമത്തിലിട്ട കാലുകളുമായി ആ ജയിലറയ്ക്കുള്ളിൽ അവർ പ്രാർത്ഥിച്ചു, അവർ പാടി, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനുമുള്ള സന്ദർഭങ്ങളാണ്. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറുവാൻ വേണ്ടി ആ പദ്ധതിക്ക് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു ഈ ദൈവവൃത്യന്മാർ. ആ ജയിലറയ്ക്കുള്ളിൽ അനവധി തടവുകാരുണ്ടായിരുന്നു. ഈ തടവുകാർ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവർ ശ്രദ്ധിക്കാൻ എന്താ കാരണം? ഇതുവരെ ജയിലറകളിൽ വന്നിട്ടുള്ള ഒരാൾ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല. എന്ത് ചെയ്തിട്ടില്ല? പ്രാർത്ഥിച്ചു, പാടി, ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ ആരാധിച്ചു. ആരും ഇത് ചെയ്തിട്ടില്ല. അവരത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇതെന്തുവാ പരിപാടി? തങ്ങളുടെ ശരീരത്തിലേറ്റ മുറിവുകളല്ല അവർക്ക് പ്രശ്നം, വലിച്ചു കീറപ്പെട്ട വസ്ത്രമല്ല അവർക്ക് പ്രധാനം, ആമത്തിലിട്ട കാലുകളല്ല അവർക്ക് പ്രധാനം. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഗതി വന്നല്ലോ എന്നോർത്ത് വിലപിക്കുന്നതിന് പകരം മറ്റൊരു സന്തോഷം അവരുടെ ഉള്ളിൽ ഈ തടവുകാർ കണ്ടു. അത് ഏത് നാമത്തെ പ്രതിയാണോ അവർ ജയിലിലടയ്ക്കപ്പെട്ടത്, ഏത് നാമത്തെ പ്രതിയാണോ അവർക്ക് ഉപദ്രവേൽക്കേണ്ടി വന്നത്, ഏത് നാമത്തെ പ്രതിയാണോ അവരുടെ കാലുകൾ ആമത്തിലിട്ടത്, ഏത് നാമത്തെ പ്രതിയാണോ അവർ പരിഹസിക്കപ്പെട്ടത്, ഏത് നാമത്തെ പ്രതിയാണോ അവർ ഈ ജയിലറയിൽ അകപ്പെട്ടത്, ആ ജയിലറയ്ക്കുള്ളിൽ തന്നെ അതേ നാമത്തെ ഉയർത്തുന്ന, ആരാധിക്കുന്ന രണ്ടുപേർ. തടവുകാരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയുടെ ഫലമായി അവിടെ ചില അത്ഭുതങ്ങൾ നടന്നു. നാം അന്യായമായി തടങ്കലിലാകപ്പെടുമ്പോഴും, നാം അന്യായമായി വേദന അനുഭവിക്കുമ്പോഴും, നാം അന്യായമായി കഷ്ടം അനുഭവിക്കുമ്പോഴും, നാം അന്യായമായി ഉപദ്രവം ഏൽക്കുമ്പോഴും, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയട്ടെ, അതിൻ്റെ പിന്നിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. എങ്ങനെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്? പ്രാർത്ഥനയാൽ. തങ്ങളുടെ ഭാവിയെ ഓർത്ത് നിരാശപ്പെടുകയല്ല, ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നോർത്ത് വേദനിക്കുകയല്ല, ഇനി ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല, എന്തിനാ ഞാൻ വെറുതെ ഒരു പ്രശ്നത്തിന് പോകുന്നത് എന്ന് ചിന്തിച്ച് ഒരു വ്യക്തിയായി മാറാനല്ല ദൈവത്തിൻ്റെ പദ്ധതി. മറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റു പല കുറ്റങ്ങളാലും പിടിക്കപ്പെട്ട് ജയിലിറയ്ക്കുള്ളിൽ കിടക്കുന്നവരുടെ നടുവിൽ ഈ പൗലോസിനെയും സീലാസിനെയും സാക്ഷികളാക്കി തീർക്കുന്ന ആ കൃപ എന്ന് പറയുന്നതാണ്. ഇവരിപ്പോൾ അവിടെ സാക്ഷികളാണ്. ജയിലിൻ്റെ സൂപ്രണ്ടുണ്ട്, അതേ ഉറക്കത്തിലാണ്. ബാക്കി എല്ലാവരും ആരുമില്ല,
ഇപ്പൊ കേൾക്കുന്ന ഇവർ മാത്രം തടവുകാർ. ഇവരുടെ പാട്ടും പ്രാർത്ഥനയും ഇവരുടെ സ്തുതിയും ആരാധനയും ഒക്കെ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ചിന്തിക്കുന്നതിന് അപ്പുറമായി ഒരു വലിയ ദൈവപ്രവൃത്തി അവർ നടന്നു. പെട്ടെന്ന് ആ ജയിലറയ്ക്കുള്ളിൽ ഒരു അത്ഭുതം നടന്നു. എന്താന്ന് ചോദിച്ചാൽ ഭൂമി കുലുങ്ങി. ജയിലറയുടെ കാരാഗ്രഹത്തിന്റെ എല്ലാ കഥകളും തുറക്കപ്പെട്ടു. സെല്ലുകളെല്ലാം തുറക്കപ്പെട്ടു. വെളിച്ചം നഷ്ടപ്പെട്ടു. അവിടെ ഈ പ്രാർത്ഥനയുടെ ഫലമായി ചില അത്ഭുതങ്ങൾ നടന്നു. നാം കടന്നു പോകുന്ന സാഹചര്യത്തെ മാറ്റാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. നാം കടന്നു പോകുന്ന അവസ്ഥകളെ മാറ്റാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. നാം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്. ദൈവത്തിലൊന്ന് ആശ്രയിച്ചേ, ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. കർത്താവിനൊന്ന് ആശ്രയിച്ചേ, ദൈവത്തിൻ്റെ മുഖം ഒന്ന് അന്വേഷിച്ചേ, വേദനിക്കപ്പെട്ടുകൊണ്ടോ ഒന്ന് പ്രാർത്ഥിച്ചേ. സാഹചര്യങ്ങൾ പ്രതികൂലമാണോ? വേദനകൾ അനുഭവിക്കുന്നുണ്ടോ? അന്യായമായി ഉപദ്രവിക്കപ്പെടുന്നുണ്ടോ? തകർച്ചയിൽ കൂടാണോ കടന്നു പോകുന്നത്? ഒന്നിനു പുറകെ വിഷമങ്ങൾ ജീവിതത്തെ ഭാരപ്പെടുത്തുന്നോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾ യേശുവിൽ ആശ്രയിച്ചേ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, നിങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ, നിങ്ങൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തേ. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും. സാഹചര്യത്തെ മാറ്റിമറിക്കാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ദുരിതങ്ങളെ മാറ്റാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. വേദനകളെ മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. ശക്തമായി പ്രാർത്ഥിച്ചേ. അവിടെ മറ്റു ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്താ സംഭവം? ഈ ജയിൽ സൂപ്രണ്ട് ഉണർന്നു. അതേ ഉണർന്നപ്പം ജയിലിലെ സെല്ലുകളെല്ലാം തുറന്നു കിടക്കുന്നു. സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? ജയിൽ പുള്ളികളെല്ലാം, തടവുകാരെല്ലാം ചാടിപ്പോവുക, എല്ലാവരും രക്ഷപ്പെട്ട് കാണും. ഇത് കണ്ടപ്പം ആ മനുഷ്യന് തോന്നി, എൻ്റെ ജീവിതം തീർന്നു. ഈ തടവുകാരെങ്ങനെ പോയെന്നൊന്നും അറിയുന്നില്ല. എല്ലാവരും രക്ഷപ്പെട്ടു. നാളെ അടുത്ത ദിവസങ്ങളിൽ നേരം പുലർന്നാൽ അടുത്ത ജയിൽ പ്രമാണിക്കെതിരെ അല്ലെങ്കിൽ ഈ ജയിൽ സൂപ്രണ്ടിനെതിരെ ആക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്ര സത്യസന്ധമായി ജീവിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഇതാണല്ലോ വന്നത്, ഒരു കാര്യം ചെയ്തേക്കാം, മരിച്ചേക്കാം. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം അതാ പറയുന്നത്, മരിച്ചേക്കാം. ഇന്ന് മിക്ക മനുഷ്യരും ഇങ്ങനെ ചിന്തിക്കുന്നവരാ. ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പം മരിച്ചേക്കാം, ഒരു ബുദ്ധിമുട്ട് വരുമ്പം മരിച്ചേക്കാം, കടഭാരം വരുമ്പം മരിച്ചേക്കാം, നമ്മളെന്തിന് ജീവിക്കുന്നു, മക്കളും എന്തിന് ജീവിക്കുന്നു, മരിച്ചേക്കാം. ഇങ്ങനെ ചിന്തിക്കുന്ന പൈശാചി ചിന്തയുള്ളവരാ. ഈ കാരാഗ്രഹ പ്രമാണയുടെ ഉള്ളിലും ആ തരത്തിലുള്ള ഒരു ചിന്തയാണ് വന്നേ. പക്ഷേ അവനെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു പ്രാർത്ഥന ആ മനുഷ്യനുണ്ടായിരുന്നു. തങ്ങളുടെ ശരീരത്ത് വന്ന മുറിവിനേക്കാൾ, തങ്ങൾ കാലുകൾ ആമത്തി കിടക്കുന്നതിനേക്കാൾ, തങ്ങൾക്ക് വസ്ത്രങ്ങൾ വലിച്ചു കീറിയപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ടുള്ളവരെക്കാൾ അപ്പുറമായി ആ ദൈവദാസന്റെ കണ്ണ് ഈ ജയിൽ സൂപ്രണ്ടിന്റെ മേൽ പതിഞ്ഞു. 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വാളൂരി ആത്മഹത്യക്ക് ശ്രമിച്ച ജയിൽ പ്രമാണിയോട് 28-ാമത്തെ വാക്യത്തിൽ ഈ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ. അത് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷത്തിന് കാരണമായി, അവനൊരു അതിശയത്തിന് കാരണമായി. കാര്യം, എങ്ങനെയെങ്കിലും ജയിലറ തുറക്കപ്പെട്ടാൽ ജയിലിൽ നിന്ന് പുറത്തു ചാടാൻ വേണ്ടി കാത്തിരുന്ന ഒരു പറ്റം തടവുകാരുള്ള ജയിലിൽ, അതുകൊണ്ടാണല്ലോ സെല്ലിട്ട് പൂട്ടുന്നത്. ഈ ദൈവഭക്തന്മാരുടെ പ്രാർത്ഥന മൂലം ആ തടവുകാർക്ക് പോലും മാറ്റം വന്നു. ജയിലറ ഭേദിച്ച് പുറത്തു പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത തരത്തിൽ ആ പ്രാർത്ഥന ആ ജയിലറയിൽ കിടന്നവരെ പോലും രൂപാന്തരപ്പെടുത്തി. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, സാഹചര്യങ്ങളെ മാറ്റാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ളതാണ് നിങ്ങളുടെ പ്രാർത്ഥന എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ സ്തുതിയും നിങ്ങളുടെ ആരാധനയും നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവത്തോടുള്ള നന്ദി അർപ്പിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ
നിങ്ങൾ അത് ചെയ്യുമ്പോൾ അത് നിങ്ങളെ ശ്രദ്ധിക്കുന്നവരെ പോലും രൂപാന്തരപ്പെടുത്തുമെന്ന് ഞാൻ അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു പ്രശ്നവും ജീവിതത്തിന്റെ അവസാനമല്ല. നിങ്ങൾക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. മദ്യത്തിന് അടിമയാകരുതേ, മയക്കുമരുന്നുകൾ അടിമയാകരുതേ, പ്രശ്നങ്ങളുടെ മുഖത്ത് ആത്മഹത്യക്ക് അടിമയാകരുതേ, വികാരങ്ങളിൽ അടിമപ്പെട്ട ഒരു ജീവിതമാകരുതേ. ഒന്ന് ശാന്തമായി ചിന്തിക്കണം. മാറ്റം വരുത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. മാറ്റം വരുത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ധൈര്യത്തെ ആ ജയിൽ സൂപ്രണ്ടിനെ നോക്കി പറയുക, നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. മാത്രമല്ല, അതിന് 31-ാമത്തെ വാക്യം വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവരോട് വലിയൊരു ദൈവീയ സത്യം വിളിച്ചു പറയുക, നിന്റെ ജീവിതത്തെ നിരാശയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് കിട്ടിയ പ്രത്യാശ നിന്റെ ജീവനിൽ ലഭിക്കാൻ ഞങ്ങളൊരു സത്യം നിങ്ങളെ വിളിച്ച് പറയുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ രക്ഷപ്പെടും, നിന്റെ കുടുംബവും രക്ഷപ്പെടും. ഇത്ര വലിയ ദൂത് ആർക്ക് കൊടുക്കാൻ പറ്റും? ഇത്ര വലിയ സത്യം ആർക്ക് വിളിച്ചറിയിക്കാൻ പറ്റും? അവൻ ജീവിതത്തിലേക്ക് കടന്നു വന്നു. മരണത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചവൻ നിത്യജീവന്റെ അവകാശമായി തീർന്നു. മരണം ഒന്നിനും പരിഹാരമല്ലെന്ന് അവന് മനസ്സിലായി. ആത്മഹത്യ ഒന്നിനും പ്രതിവിധിയല്ലെന്ന് അവന് മനസ്സിലായി. അവൻ പൗലോസിന്റെ കാൽക്കൽ വീണ് ഈ യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു. അവന്റെ ജീവിതത്തിൽ രൂപാന്തരം വന്നു. അവനും കുടുംബവും കർത്താവിൽ വിശ്വസിക്കുന്നവരായി മാറി. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം നമുക്ക് നശിപ്പിക്കാനുള്ളതല്ല. ഏതെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ നടുവിൽ അവസാനിപ്പിക്കാനുള്ളതല്ല. അതുകൊണ്ടാ ആ ദൈവഭൃത്യൻ പറഞ്ഞത്, നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. മറിച്ച് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ രക്ഷപ്പെടും, നിന്റെ കുടുംബവും രക്ഷപ്പെടും. നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. അല്പായുസേ ഉള്ളൂ. 70 80 അതിനപ്പുറം നീണ്ടുപോകത്തില്ല. പക്ഷേ നിരാശ ജീവിതത്തിൽ വരും, തകർച്ച ജീവിതത്തിൽ വരും, ഇല്ലായ്മ ജീവിതത്തിൽ വരും, കടഭാരം വരും, രോഗം വരും, പലതും വരാം. എന്നാൽ നമുക്കൊരു കർത്താവുണ്ട്. നമുക്കൊരു കർത്താവുണ്ട്. കർത്താവ് പറഞ്ഞ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു പറയുന്നു, നീ ഭാരപ്പെടണ്ട. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നമുക്ക് പ്രത്യാശയുള്ളത് യേശുവിൻ്റെ അടുക്കലാണ്. ഈ ലോകത്തിലെ കേവല കുറച്ച് സുഖങ്ങളോ സൗകര്യങ്ങളോ വീടോ വാഹനമോ അതിനേക്കാളൊക്കെ അപ്പുറമായി മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരണം കൊണ്ട് നമ്മുടെ ജീവിതം തീരത്തില്ല. ഒരു നിത്യജീവിതമുണ്ട്. യേശു കർത്താവ് മരിക്കുകയും അടക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. യേശു ഇന്നും ജീവിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവർക്കും മരണത്തിനപ്പുറമുള്ള ഒരു നിത്യജീവിതമുണ്ട്. ഈ ഭൂമിയിൽ നിരാശയിൽ ജീവിതം കഴിക്കണ്ട. ഈ ഭൂമിയിൽ തകർച്ചയിൽ ജീവിതം കഴിക്കണ്ട. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് തീർന്നാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കണ്ട. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. മരണത്തിനപ്പുറമുള്ള നിത്യജീവൻ നമുക്ക് പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ നിത്യരാജ്യത്തിന് നമ്മളെ അവകാശികളാക്കുവാൻ വേണ്ടി കൂടിയാണ് യേശു വന്നത്. യേശുവിൻ്റെ അടുക്കൽ വന്ന, യേശുവിൽ വിശ്വസിച്ച, യേശുവിനോട് പ്രാർത്ഥിച്ച, യേശുവിൽ ആശ്രയിച്ച, യേശുവിനെ ദൈവമായി സ്വീകരിച്ച് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച ഒരു വ്യക്തിയും നിരാശപ്പെട്ടുകൊണ്ട് വരത്തില്ല. ഈ ലോകത്തിലും പരലോകത്തിലും അവൻ അനുഗ്രഹമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. കർത്താവായ യേശു വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമുക്ക് നമ്മളെ തന്നെ ആ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. MLWCയുടെ ഈ ചാനലിലൂടെ നിരന്തരമായി ദൈവവചനം കേൾക്കുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കട്ടെ. ഇങ്ങനെ അവസരം തന്ന ഇതിൻ്റെ അധികാരികളോടുള്ള, നേതൃത്വം വഹിക്കുന്നവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് അവിടുത്തെ വചനം കേട്ട എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും തിരുക്കരങ്ങളിൽ തന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങൾ ഒന്നിൻ്റെ അവസാനമല്ല, ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല, ജീവിതം നശിപ്പിക്കാനുള്ളതല്ല. ഞങ്ങളുടെ ചിന്തയ്ക്ക് അപ്പുറമായി ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു നല്ല ദൈവമുണ്ടെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി. ആ ദൈവം
ഈ ലോകത്ത് ഞങ്ങളുടെ പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും നടുവിൽ ഞങ്ങൾക്ക് ആശ്വാസമായി കടന്നു വരികയും നിത്യജീവന് ഞങ്ങളെ അവകാശമാക്കുകയും ചെയ്യുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായി നന്ദി. കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കണം, സഹായിക്കണം. അവിടുത്തെ വചനത്തിൻ്റെ വെളിപ്പാട് ഓരോ ഹൃദയങ്ങളിലും നൽകണം. നിത്യരാജ്യത്തിന് അവകാശികളായി തങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെ ദോഷം ചെയ്യാതെ ജീവിപ്പാനുള്ള കൃപ ഓരോരുത്തർക്ക് നൽകണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഈ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.